മാത്തരന്റെ പ്ലാൻ നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത ഒരു സ്ഥലമാണ് ഹഷിയാച്ചി പാട്ടി വില്ലേജ് എന്നുള്ളത്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. അവിടേക്കുള്ള ട്രക്കിംഗ് ആയാലും അവിടേക്കുള്ള റൂട്ടായി കഴിഞ്ഞാലും അവിടുത്തെ മനുഷ്യരേക്ക് അടിപൊളിയാണ്. നിങ്ങൾ പോകുകയാണെങ്കിൽ ഹഷിയാച്ചി പാട്ടി വില്ലേജ് എന്തായാലും നിങ്ങൾ പോകണം. നിങ്ങൾ മാത്തരയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്ലാനാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. വീക്കെൻഡ് ഡേയ്സിൽ പോകാൻ വേണ്ടി പറ്റും, അത് നോർമൽ ഡേയ്സിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി. മാത്തരയിൽ നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരാം, മാത്തരയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെയാണ് സ്റ്റേ കിട്ടുക, എവിടെയാണ് ഫുഡ് കിട്ടുക, എത്ര ബജറ്റാണ് വരിക, ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ടത്, ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരുന്നത്. ഹായ് ഗൈസ്, ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ മാത്തേരന്. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് മഹാരാഷ്ട്ര കാണാൻ വളരെ മനോഹരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് മാത്തേരന്. ഇന്ത്യയിലെ ഏക നോൺ വെഹിക്കിൾ ഏരിയ ആണ്. മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏക ഓട്ടോമൊബൈൽ ഹിൽ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ മാത്തേരന്. അപ്പൊ മാത്തേരയിൽ നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരാം, മാത്തേരയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെയാണ് സ്റ്റേ കിട്ടുക, എവിടെയാണ് ഫുഡ് കിട്ടുക, എത്ര ബജറ്റാണ് വരിക, ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ടത്, ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനത്തിലായിട്ട് നിങ്ങൾക്ക് വീക്കെൻഡിൽ പോയി നമുക്ക് 2 പ്ലാനെ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. ആൾസോ നമ്മൾ ഒരുപാട് ട്രാവൽ ബ്ലോഗ്സും ഒക്കെ വരുന്നുണ്ടാകും. ഒരുപാട് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ യാത്രയിലെ മനോഹരമായ കാഴ്ചയിൽ ഞാൻ ബ്ലോഗ്സ് ആയിട്ട് ചാനൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മാത്തേരനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. നമ്മുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് ഈ ഹിൽ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ മുംബൈ നഗരത്തിൽ നിന്നും ഏകദേശം 2-3 മണിക്കൂർ യാത്ര ചെയ്തതിനാൽ നമുക്ക് മാത്തേരയിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇന്ത്യസ് ഓൺലി നോൺ വെഹിക്കിൾ പ്ലേസ് ആണ്. അവിടെ ഒരിക്കലും വെഹിക്കിൾസ് അലൗഡ് അല്ല. അതുപോലെ തന്നെ നോൺ വെഹിക്കിൾ ഏരിയ കൂടിയാണ് നമ്മുടെ മാത്തേരന്. അതുപോലെ തന്നെ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ മാത്തേരന്. നെരാള് മുതൽ മാത്തേരൻ വരെ പോകുന്ന 2 മണിക്കൂർ യാത്ര അതിമനോഹരമാണ്. ഒരുപാട് മലകളും കുന്നുകളും വ്യൂ പോയിന്റുകളൊക്കെ കണ്ടിട്ടാണ് ഈ യാത്ര ഉണ്ടാകുക. അതുപോലെ തന്നെ ഏഷ്യയിലെ ഓട്ടോമൊബൈൽ ഹിൽ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ മാത്തേരൻ. അപ്പോ ഏത് സമയത്താണ് നമ്മൾ മാത്തേരൻ വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എല്ലാ സമയത്തും മാത്തേരൻ അവൈലബിൾ ആണ്. എല്ലാ സമയത്തും മാത്തേരനിൽ പോകാൻ പറ്റും. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മൺസൂൺ കാലത്താണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ കാലം വരുന്നത്. അതിൽ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏറ്റവും അടിപൊളി വ്യൂ കിട്ടും. മാത്രമല്ല അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മാത്തേരനിൽ എത്തുക? ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്തേരൻ വരുന്നത് മുംബൈയിലാണ്, അതായത് മഹാരാഷ്ട്രയിലാണ് വരുന്നത്. മുംബൈയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എയർപോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ബൈ ട്രെയിനാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ബിക്കോസ് മൺസൂൺ കാലത്ത് നമുക്ക് കൊങ്കൺ റെയിൽവേയിലെ റൂട്ട് അടിപൊളി യാത്രയാണ് നമുക്ക് നൽകുന്നുണ്ടാകുക. ഏകദേശം 24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ യാത്ര വരെ നമുക്ക് കേരളത്തിൽ നിന്ന് മുംബൈയിലോട്ട് വരുന്നുണ്ട്. എറണാകുളം, കോഴിക്കോട്, ഷൊർണൂർ, തൃശ്ശൂരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നാകുമ്പോൾ ഡിഫറെന്റ് യാത്ര സമയങ്ങൾ ഉണ്ടാവുക. ട്രെയിനിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം താനെ CSMT റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പൻവേല്, കല്യാൺ, ദാദർ ഒക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോ പൻവേലേക്ക് ഇറങ്ങാന്നുണ്ടെങ്കിൽ 2ാമത് ട്രെയിൻ പിടിച്ചിട്ട് പോയാൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും ലോക്കൽ ട്രെയിൻസ് അവൈലബിൾ ആണ്. വേരിസ്മൈ ട്രെയിൻ ആപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അതിലും ഏറ്റവും മുകളിൽ ഓപ്ഷൻ ഉണ്ടാവും ലോക്കൽ എന്നുള്ളത്. അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പൻവേലോ താനെ CSMT എന്നൊക്കെ നിങ്ങൾക്ക് നെരാൾ എന്ന് പറയുന്ന നമ്മുടെ മാത്തര ഹിൽ സ്റ്റേഷനിലേക്കുള്ള മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണ്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ബൈ ഫ്ലൈറ്റ് ആണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ടാക്സി എടുത്തിട്ട് ലോക്കൽ ട്രെയിൻ വഴിയോ നിങ്ങൾക്ക് നെരാളിൽ എത്താൻ വേണ്ടി പറ്റും. മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എത്തിച്ചേരേണ്ട സ്ഥലമാണ് നെരാള്. ബിക്കോസ് അതാണ് നമ്മുടെ മാത്തേരനിലേക്കുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന്. അവിടെ നിന്നാണ് നമുക്ക് മാത്തേരനിലേക്ക് പോകുക. മുംബൈയിൽ നിന്ന് നിങ്ങൾക്ക് നെരാളിലേക്ക് ലോക്കൽ ട്രെയിൻ ആണെങ്കിൽ 30 മുതൽ 50 രൂപ വരെ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ യാത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് ബസ് അതുപോലെ തന്നെ കാറൊക്കെ എടുത്ത് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. കുറച്ച് ബജറ്റ് ഉണ്ടാകും. എന്നിരുന്നാലും ഏറ്റവും അഫോർഡബിൾ പറയുന്നത് ലോക്കൽ ട്രെയിൻ ആണ്. ലോക്കൽ ട്രെയിനിന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ മുംബൈയിൽ ലോക്കൽ ട്രെയിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഭയങ്കര തിരക്കില്ല, റഷില്, മുന്നിൽ ബാഗിലൊക്കെ വെച്ച് പോകാന്നുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ എന്നിരുന്നാലും നെരാളിൽ എത്തിക്കഴിഞ്ഞാൽ, നെരാളാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാത്തേരന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നെരാള്. നെരാളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്തേരനിലേക്ക് നമുക്ക് 2 ടൈപ്പിലാണ് പോകാൻ പറ്റുക. ഒന്ന് നമുക്ക് ടോയ് ട്രെയിൻ ആണ്. ടോയ് ട്രെയിൻ ഒരാൾക്ക് വരെ 100 രൂപ. പക്ഷെ 2 മണിക്കൂർ യാത്രയാണ് വരുന്നത്. പക്ഷെ 2 മണിക്കൂർ അതിമനോഹരമായ കുന്നിൻ ചെരുവിലൂടെ യാത്ര അടിപൊളിയാണ്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് അഥവാ ടോയ് ട്രെയിൻ കിട്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. തൊട്ടടുത്തിന് ഷെയർ ടാക്സികൾ അവൈലബിൾ ആണ്. സെയിം 100 രൂപയാണ് വരുന്നുണ്ടാവുക. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാത്തേരനിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൺ സൈഡ് മാക്സിമം ടോയ് ട്രെയിന് പോവാ, ഇങ്ങോട്ട് വരുന്നതൊക്കെ മാക്സിമം ടാക്സി ആക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് ടാക്സി ആക്കാം, ഇങ്ങോട്ട് വരുന്നതൊക്കെ ട്രെയിൻ ആക്കാം. രണ്ടും നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ മാത്തേരിൽ എൻട്രി ടിക്കറ്റ് വരുന്നുണ്ട്, 70 രൂപയാണ് വരുന്നത്. 55, 60, 70 രൂപയൊക്കെ പറയലുണ്ട്. അപ്പൊ 70 രൂപയാണ് ഞാൻ പോയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അവിടെ ഞാൻ 70 നിട്ടുള്ളത്. അപ്പോ ഇനി പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഏകദേശം നമ്മൾ മാത്തേരിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് നമ്മൾ നെരാള് ലോക്കൽ ട്രെയിനിൽ വന്നു. നെരാളിൽ നിന്ന് മാത്തേരി ഷെയർ ടാക്സി അല്ലെങ്കിൽ ടോയ് ട്രെയിനിൽ നമ്മൾ എത്തി. എൻട്രി ടിക്കറ്റ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ സ്റ്റേ ആൻഡ് ഫുഡ്, എസ്പെഷ്യലി ഒരു യാത്ര ചെയ്ത് കഴിയുമ്പോൾ എത്തുന്ന സ്ഥലത്ത് നമ്മൾ എന്താണ് സ്റ്റേ ചെയ്യാൻ പറ്റുമോ, ഫുഡ്, ആ കാര്യമെല്ലാം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബഡ്ജറ്റ് ഹോം സ്റ്റേകൾ നമുക്ക് അവൈലബിൾ ആണ്. 150 മുതൽ 200 രൂപ വരെയൊക്കെ നമുക്ക് പെർ ഹെഡ് രീതിയിൽ ഒരു ദിവസത്തിന് നമുക്ക് സ്റ്റേകൾ കിട്ടും. 100 രൂപ ഒക്കെ കിട്ടും. അപ്പോൾ അഫോർഡബിൾ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റൂം ഇത്ര പേർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡ്, പൂളൊക്കെ ഉള്ള ഹോട്ടൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വെറും ഫുഡുള്ള ഹോം സ്റ്റേകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പൂള് ഫുഡൊക്കെ വരുന്ന ഹോട്ടൽസിന് 1000 മുതൽ 1500 രൂപ പെർ ഹെഡ് വരുന്നുണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും ഇതിലുണ്ടാവുക. ആൻഡ് എസ്പെഷ്യലി നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാത്തിൽ അധിക സ്ഥലങ്ങൾ 99% സ്ഥലങ്ങളിലും വെജ് ഫുഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഹോട്ടൽസുകളാവട്ടെ, നിങ്ങൾ ഹോം സ്റ്റേകളാവട്ടെ, ഫുഡ് ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വെജ് കിട്ടുള്ളൂ. എസ്പെഷ്യലി അവിടെയുള്ള ചെറിയ ചെറിയ കടകളിലാണെങ്കിൽ പോലും വെജ് ഫുഡുകളാണ് അവിടെ കൂടുതലായിട്ട് കിട്ടുക. അതാണ് അവിടുത്തെ ഒരു കൾച്ചർ എന്നുള്ളത്. സ്റ്റേ ആയി, ഫുഡായി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളായി. ഇനി ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ടത്? എസ്പെഷ്യലി വരെയുള്ള പെപ്ഫോർട്ട് നിങ്ങൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. രാവിലെ തന്നെ നിങ്ങൾ ട്രക്കിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ അടിപൊളിയാണ് പെപ്ഫോർട്ട്. പിന്നെ എക്കോ പോയിന്റ് വരുന്നുണ്ട്, പനോരമ പോയിന്റ് വരുന്നുണ്ട്, ലൂയിസ് ലേക്ക് വരുന്നുണ്ട്, സൺസെറ്റ് പോയിന്റ് വരുന്നുണ്ട്, ഒരുപാട് വ്യൂ പോയിന്റ്സ് വരുന്നുണ്ട്. മാത്തേരന്റെ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും, മാത്തേര ഏത് ഭാഗത്ത് നടന്നു കഴിഞ്ഞാലും ഒരുപാട് വ്യൂ പോയിന്റ്സ് കാണാൻ പറ്റും. അവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും, ഒരുപാട് വാട്ടർഫാൾസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സമയം പോലെ നിങ്ങൾക്ക് എത്രത്തോളം വാക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ട്രക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാത്തേരനെ അടിപൊളിയായിട്ട് കാണാം. മാത്തേരന്റെ പ്ലാൻ നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത ഒരു സ്ഥലമാണ് സിയാച്ചി പാർട്ടി വില്ലേജ് എന്നുള്ളത്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. അവിടേക്കുള്ള ട്രക്കിംഗ് ആയാലും അവിടേക്കുള്ള റൂട്ടായി കഴിഞ്ഞാലും അവിടുത്തെ മനുഷ്യരേക്ക് അടിപൊളിയാണ്. നിങ്ങൾ പോകുകയാണെങ്കിൽ ഹഷിയാച്ചി പാർട്ടി വില്ലേജ് എന്തായാലും നിങ്ങൾ പോകണം. മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹഷിയാച്ചി പാർട്ടി വില്ലേജ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളുടെ നമ്മളോടുള്ള പെരുമാറ്റവും അവിടേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന ആ ട്രക്കിംഗ് പോയിന്റ് ഒക്കെ അതിമനോഹരമാണ്. അപ്പൊ നിങ്ങൾ പോവുകയാണെങ്കിൽ ഹഷിയാച്ചി പാർട്ടി വില്ലേജ് നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക. പിന്നെ മാത്തേരി ഹിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അധികം നമുക്ക് പോകാൻ പറ്റുക വാക്കിംഗ്, നമ്മൾ നടന്നിട്ടാണ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാൻ വേണ്ടി പോകുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോൺ വെഹിക്കിൾ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വാക്ക് ചെയ്തിട്ട് പോകുക. അത് ബജറ്റ് കുറക്കാനും പറ്റും. അത് വളരെ ഒരു വേറെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിക്ഷാസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോയ്സ് റൈഡ് അവൈലബിൾ ആണ്. പല റേറ്റുകളാണ് നിങ്ങൾ പറയാ, നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക, അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് മാത്തേരനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ബെസ്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ്, ട്രെയിനാണോ ഫ്ലൈറ്റ് ആണോ നിങ്ങൾ നോക്കുക. പിന്നെ മുംബൈ നെരാളിലേക്കുള്ള ലോക്കൽ ട്രെയിന്, നെരാളിൽ നിന്ന് മാത്തേരേക്ക് ഷെയർ ടാക്സിയോ ടോയ് ട്രെയിനോ, പിന്നെ സ്റ്റേ ഫുഡും കാര്യങ്ങളും. അതുപോലെ തന്നെ ടെൻഷൻ ആവാൻ മാത്രം ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റേകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് വിസിറ്റിംഗ് പ്ലേസസ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ മാത്തേരന്റെ മാപ്പ് എടുത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഒരു മാത്തേരൻ ഡീറ്റെയിൽസ് വരുന്നത്. നിങ്ങൾക്ക് വീക്കെൻഡിൽ പോയി വരാൻ പറ്റുന്ന ഒരു പ്ലാനും അതുപോലെ നോർമൽ ഡേയ്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലാനും ഞാൻ പറഞ്ഞുതരാം. കേരള ടു കേരള പ്ലാനാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മാത്തേരയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്ലാനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വീക്കെൻഡ് ഡേയ്സിൽ പോകാൻ വേണ്ടി പറ്റും, അത് നോർമൽ ഡേയ്സിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡേ 1 നമ്മുടെ കാലിക്കറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 1 തേഴ്സ്ഡേ രാവിലെ 8:35 ട്രെയിൻ ഉണ്ട്. ട്രെയിൻ നമ്പർ 222114 മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8:35 കാലിക്കറ്റ് എത്തുക. 5 മണിയാകുമ്പോൾ നമ്മളെ എറണാകുളത്ത് എത്തും. അതുപോലെ തന്നെ 7 മണിയാകുമ്പോൾ ഷൊർണൂർ എത്തും. 8:35 നമ്മൾ കാലിക്കറ്റ് എത്തുണ്ടാവുക. ഈ ട്രെയിൻ ജനറൽ ടിക്കറ്റ് 305 രൂപയാണ് വരുന്നത്. സ്ലീപ്പർ 540, തേർഡ് AC 1420 രൂപയാണ് വരുന്നത്. എസ്പെഷ്യലി മറ്റു ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിൻ വളരെ തിരക്ക് കുറവായിരിക്കും. വീക്ക്ലി ട്രെയിൻ ആണ്. അതുപോലെ തന്നെ മുംബൈ വരെ പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരിക്കും. ഡേ 2 നമ്മൾ ഫ്രൈഡേ രാവിലെ താനെ 3 മണിക്ക് എത്തും. ലോക്കൽ ട്രെയിൻ നെരാളിലെത്തുന്നു. രാവിലത്തെ 5 മണിക്കാണ് ലോക്കൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. സോ രാവിലെ തന്നെ താനെ നമുക്ക് നെരാളിലെത്താൻ വേണ്ടി പറ്റും. 6:30 ആകുമ്പോഴത്തേന് നമ്മൾ ഏകദേശം നെരാളിലെത്തും. നെരാളിലെത്തി കഴിഞ്ഞാൽ ഷെയർ ടാക്സി വഴിയോ അല്ലെങ്കിൽ ടോയ് ട്രെയിൻ വഴിയോ നിങ്ങൾക്ക് മാത്തേരിലെത്താം. ടോയ് ട്രെയിൻ കിട്ടാൻ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ടാക്സി എടുത്ത് മാത്തേരിലെത്തുക. നിങ്ങൾ സ്റ്റേയോ നിങ്ങൾ ബാക്കി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട്
സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനോരമ വ്യൂ പോയിന്റ്, എക്കോ വ്യൂ പോയിന്റ്, സൺസെറ്റ് വ്യൂ പോയിന്റ്, ഒരുപാട് വ്യൂ പോയിന്റ്സ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സമയം പോലെ മാക്സിമം നിങ്ങൾ കണ്ടു തീർക്കുക. രാത്രി വന്നിട്ട് നിങ്ങൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ മ്യൂസിക്കോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരം കാര്യങ്ങൾ സ്റ്റോറി ടെല്ലിങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് ഡേ 3 രാവിലെ ശനിയാഴ്ച രാവിലെ നിങ്ങൾ പെഫോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങുക. ശേഷം നിങ്ങൾ സമയം പോലെ നിങ്ങൾ വ്യൂ പോയിന്റ്സ് പോകുക. ന്യൂൺ ആകുമ്പോൾ നിങ്ങൾ നേരാളിലേക്ക് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ലോക്കൽ ട്രെയിൻ എടുത്ത് നിങ്ങൾ മുംബൈയിലേക്ക് നേരാളിൽ നിന്ന് പോകുക. വൈകുന്നേരം നമുക്ക് ഈ സെയിം ട്രെയിൻ തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. ട്രെയിൻ നമ്പർ 222113 ആണ്, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അത് 5 മണിക്കാണ് താണി എത്തുക, 5:40 പൻവേൽ എത്തുക. അപ്പൊ നിങ്ങൾ ഏകദേശം മുംബൈ തിരിച്ചു കഴിഞ്ഞാൽ ഡേ 4 സൺഡേ നിങ്ങൾ ഏകദേശം ഉച്ചാല് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ കേരളത്തിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു വീക്കെൻഡ് പ്ലാൻ ആണ്. ഈ സെയിം ട്രെയിനിന്റെ സെയിം പ്ലാനിൽ നിങ്ങൾക്ക് മൺഡേ നിങ്ങൾക്ക് ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മൺഡേ നിങ്ങൾക്ക് ഈ സെയിം ട്രെയിനിൽ നിങ്ങൾക്ക് പോകാം. ട്യൂസ്ഡേ അവിടെ എത്തിയിട്ട് വെനസ്ഡേ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ, അപ്പോൾ ഈ ട്രെയിനിന്റെ റിട്ടേൺ ആവുമ്പോൾ നിങ്ങൾക്ക് 16,311 അല്ലെങ്കിൽ 22,150, 124,32 വെനസ്ഡേയിലെ ട്രെയിനുകളാണ്. ഈ ട്രെയിനിൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റ ഐ ഡി വഴിയോ എന്റെ നമ്പർ വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനാണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെൻഷൻ ചെയ്ത് തരിക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടീം 2 ഗ്രൂപ്പ് ട്രിപ്സ് നാളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാം. അപ്പൊ ഇത്രമാത്രമുള്ള വീഡിയോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെതായ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ വീണ്ടും കാണാം പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളും പുതിയ പ്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ബൈ.